ടർബോയുടെ ട്രെയിലർ കണ്ട് ഞാനും നിങ്ങളൊക്കെ കോരിത്തിരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അതിന്റെ ആ ഒരു ടൈം ലൈൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ക്യാമറ ആളുടെ മൂവ്മെന്റ് അല്ല, അതിനനുസരിച്ച് സിങ്ക് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. ആ ചേസ് ഒരു 4 ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ടോട്ടലി. പക്ഷെ അതിന് മുമ്പ് നമ്മളതിൻ്റെ ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു. എല്ലാം പ്രീ വിഷ്വലൈസ് ചെയ്തു, ചെറിയ കാറുകൾ വെച്ച് ഷൂട്ട് ചെയ്തു, അത് എഡിറ്റ് ചെയ്തു. എന്നിട്ട് അതേ ഷോട്ട്സ് നമ്മൾ മാക്സിമം ഞാൻ കാർ ഭയങ്കര സ്പീഡിൽ ഓടിച്ചു. അപ്പോൾ പ്രൊഡ്യൂസർ ചോദിച്ചു, നിനക്കെന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ട്രിം ചെയ്തിലെ കാർ ഞാൻ പോടി ഇടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്ര നേരം ഇരുന്ന് പ്രൊഡ്യൂസർ കാറിന് ഇങ്ങനെ പിടിച്ചത്, സാധ്യത എടാ ട്രിം ചെയ്താ. അപ്പോൾ സാധ്യത നീ സീരിയസ് ആയിട്ടാണ്. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടിടിക്കും. അപ്പോൾ തന്നെ ഒരു ഹമ്പ് ഉണ്ടായിരുന്നു, ആ ഹമ്പിൻ്റെ മുകളിൽ ചാടിപ്പോയി കാറ്. ഒരു സോങ് ഉണ്ടായിരുന്നു, ആ സോങ്ങും ഇതും പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞു സെക്കൻഡ് ഹാഫിൽ. ഇതും പറഞ്ഞ് കറക്റ്റായിരുന്നു. അപ്പോൾ പിന്നെ സോങ് ഫുള്ള് ഷൂട്ട് ചെയ്താൽ അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ആ വെട്രിവേലിലൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ടായിരുന്നു, അത് പോയി. അതുപോലെ തന്നെ ആ ചേസിലൊരു സിംഗിൾ ഷോട്ട് ഉണ്ടായിരുന്നു. നമുക്ക് കാർ ഓടിക്കുമ്പോൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ക്യാമറ ട്രാവൽ ചെയ്ത് കാറിൻ്റെ ബാക്കിൽ കൂടെ പോയിട്ട് വൈഡാകുമ്പോൾ ഫുൾ വണ്ടികൾ വന്ന് ഒറ്റ ഷോട്ട് ഉണ്ടായിരുന്നു. ആ ഷോട്ട് കട്ടായിപ്പോയി. അങ്ങനെ എനിക്കിഷ്ടമുള്ള പോയിട്ടുണ്ട്, വൈശാഖിന് ഇഷ്ടമുള്ള പോയിട്ടുണ്ട്, മിഥുന് ഇഷ്ടമുള്ള പോയിട്ടുണ്ട്. എന്താണ് വിശേഷങ്ങൾ? എനിക്ക് അതിൻ്റെ ആൾക്കാരുടെ റെസ്പോൺസ് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് ഒരുപാട് എല്ലാവരും ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് ടോവിനൊക്കെ ഭയങ്കരമായിട്ട് പണിയെടുത്തിട്ടുള്ള പടം. അത് ഷൂട്ട് തുടങ്ങുന്ന ആദ്യത്തെ ദിവസം തന്നെ പാക്കപ്പ് പറയുന്ന പിറ്റേ ദിവസം നേരം വിളിച്ചാൽ നമ്മൾ തിരിഞ്ഞ് വരുന്ന പോയിന്റിൽ നമുക്ക് തോക്ക് പിടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ കൈ വിടും. നമുക്ക് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്ത് എടുത്തതാണ്. ഒരു സിനിമ ആദ്യം പിറന്നു വീഴുന്നത് ഡയറക്ടറുടെ ഉള്ളിലാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു സിനിമ ആദ്യം കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിനിമയായിട്ട് കാണുന്നത് എഡിറ്റർ ആയിരിക്കും. യെസ്, ദിസ് ഈസ് ക്രൂ ക്ലബ്. RG സിച്ചു ആണ് കൂടെയുള്ളത്. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ദ വൺ ആൻഡ് ഓൺലി ഷമീർ മുഹമ്മദ്. ബ്രോ, വെൽക്കം ടു ക്ലബ്. താങ്ക് യു. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ബ്രോയുടെ ആ ഒരു എന്താ പറയുക, ഇതുവരെ റൈറ്റ് നൗ വരെയുള്ളൊരു സിനിമ കരിയർ എടുത്ത് നോക്കുമ്പോഴേക്കും ചാർലി ടു ടർബോ ഒരു കോയിൻസിഡൻസ് ആണ്. പക്ഷെ എന്ത് ഫീൽ ചെയ്യുന്നു? ദുൽഖറിൽ തുടങ്ങി. അതെ, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ചാർലിയും നന്നായി ഓടിയ പടം ടാകുമ്പോൾ ഇപ്പോൾ തിയേറ്ററിൽ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഈ ടർബോനെ കുറിച്ച് പറയുമ്പോഴേക്കും ടർബോയുടെ ആ ഒരു എഡിറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് മൊത്തത്തിൽ എനിക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടും അല്ലെങ്കിൽ യൂണീക്ക് ആയിട്ടും തോന്നി. ഒരു ആനിമേഷൻ മോഡൊക്കെ വന്നതുപോലെ ഒരു ഫീൽ എനിക്ക് കിട്ടി. ലൈക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ അതിനകത്ത്? അങ്ങനെയല്ല, നമ്മൾ ഇത് ഇപ്പോൾ പറയുന്നത് ഓവറാവുമെന്നറിയില്ല. ഇപ്പോൾ ഒരു മലയാള സിനിമയിൽ ഇപ്പോൾ ജോൺ വിക്ക് എന്ന് പറഞ്ഞ പടം പ്രത്യേകിച്ച് വലിയ കഥയൊന്നുമില്ല. ഒരു പട്ടീനെ കൊല്ലുന്നു, പിന്നെ കുറേ ആൾക്കാരെ അടിച്ചുകൊണ്ട് പോകുന്നു. ടർബോയിൽ ആക്ച്വലി സെക്കൻഡ് ഹാഫ് അങ്ങനെ പോകുന്നത് ഫുൾ ആക്ഷൻ ഓറിയൻറ്റഡ്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു സീനിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന അതേ എഫേർട്ട് ആക്ഷനിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഷൂട്ട് ചെയ്യുന്ന ഇപ്പോൾ ആ ചേസ് ഒരു 4 ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ടോട്ടലി. പക്ഷെ അതിന് മുമ്പ് നമ്മളതിൻ്റെ ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു. എല്ലാം പ്രീ വിഷ്വലൈസ് ചെയ്തു, ചെറിയ കാറുകൾ വെച്ച് ഷൂട്ട് ചെയ്തു, അത് എഡിറ്റ് ചെയ്തു. എന്നിട്ട് അതേ ഷോട്ട്സ് നമ്മൾ മാക്സിമം അത് നമുക്ക് പ്ലാൻ ചെയ്തതിൻ്റെ ഒരു 50% എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇതിന് ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്ത് ലൈവ് ലൊക്കേഷനിലായിരുന്നു. പിന്നെ ഈ ആ ചേസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഒരു സംഭവം, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നത്. നോർമലി ചേസുകൾ ഇവിടെ ബാക്കി പടങ്ങളിൽ ആരും ഇത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര സ്ലോയിൽ കാർ ഓടിക്കും, എന്നിട്ട് അത് സ്പീഡ് കൂട്ടും എഡിറ്റിൽ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് മനസ്സിലാവും, ഭയങ്കര പ്ലാസ്റ്റിക് ആയിട്ടിരിക്കും. ഇത് നല്ല ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു, മമ്മൂക്ക നന്നായിട്ട് ഓടിക്കും. എല്ലാവരും വണ്ടി ഓടിച്ചത് ഒരു 100 കിലോമീറ്റർ 120 കിലോമീറ്റർ സ്പീഡിലാണ് ലൈവ് ലൊക്കേഷനിൽ. ആ കാറൊക്കെ വന്ന് ഇടിക്കുന്നത് ലൈവായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, ഉള്ള ആളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കാറുകൾ തന്നെ പണിയാൻ വേണ്ടി ചെന്നൈയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അവരൊരു 2-3 ആഴ്ച ഇരുന്നിട്ട് വണ്ടിയുടെ ഉൾഭാഗം ബിൽഡ് ചെയ്തു. പിന്നെ ബ്രേക്കുകൾ മാറ്റി പറഞ്ഞാൽ ആ പിടിക്കുമ്പോൾ തന്നെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടോ, അതിന് വേറെ മെക്കാനിസംസ് വെച്ചു. പിന്നെ എങ്ങാനും ഏതെങ്കിലും കാറ് നമുക്ക് കണ്ടിന്യൂറ്റിയിൽ കംപ്ലൈൻ്റ് ആയി പോയി ഷൂട്ട് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ബ്ലാക്ക് ആക്കി. അപ്പോൾ കുറേ കാറുകൾ ഇതിൻ്റെ ഇടയിൽ നാശമാവുന്നുണ്ട്, പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു മലയാള സിനിമയുടെ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ ചെയ്തു. അതിലേറ്റവും വേറൊരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഷൂട്ട്. അപ്പം ഞങ്ങളൊരു 10 മണിക്ക് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങൾ ചെന്നിട്ട് ഫസ്റ്റ് ഡേ തന്നെ ഷൂട്ട് തുടങ്ങാൻ പറ്റുന്നത് രാത്രി 2 മണിയായി. അപ്പം നമുക്ക് മനസ്സിലായി 2 മണി തൊട്ടിട്ട് ഒരു മാക്സിമം ഒരു 5:30-6 മണി വരെ ഷൂട്ട് ചെയ്യാൻ ഉള്ളൂ. അതുമാത്രമല്ല ഓരോ ലൊക്കേഷനിലും ഇന്ന് ചെയ്ത സ്ഥലത്ത് നാളെ പെർമിഷൻ ഇല്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും ബാലൻസ് ആയി കഴിഞ്ഞാൽ അവിടെ നിൽക്കും. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പല ഡയറക്ടേഴ്സും പറയാറുണ്ട് ഏറ്റവും കണ്ണിച്ചൊരില്ലാത്ത ആളുകളാണ് എഡിറ്റർമാരെന്നുള്ളത്. എങ്ങനെയാണ് ബ്രോയുടെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ? ഞാൻ പണ്ട്
ഭയങ്കര വാശിയായിരുന്നു എനിക്ക്. ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യണം എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇപ്പം എൻ്റെ രണ്ടാമത്തെ പടം സാജിദിൻ്റെ പടമായിരുന്നു. സാജിദ് ഭയങ്കര ലെങ്ത്ത് ആയിരുന്നു പടം. ഞാനവന് ഭയങ്കര സുഹൃത്താണ്. എന്ത് പറഞ്ഞാലും കുറയ്ക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ അവൻ ചൂടായൊക്കെ തുടങ്ങി. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനടുത്ത് പറഞ്ഞു നമുക്കെന്താ പോയിട്ട് ചായ കുടിച്ചിട്ട് വന്നല്ലോ പറഞ്ഞു. അപ്പോൾ അവനും പ്രൊഡ്യൂസറും ഞാൻ എൻ്റെ കാറ് കയറ്റി ചായ കുടിക്കാൻ പോവാ. എൻ്റെ വിചാരം ഞാൻ ഭയങ്കര ദേഷ്യത്തിലാണ്. ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവർ ഭയങ്കര കൂളായിട്ട് കാറ് ഇരിക്കുന്നുണ്ട്. കാറിൽ കയറിയിരുന്നു. ഞാൻ കാറ് ഭയങ്കര സ്പീഡിൽ ഓടിച്ചു. അപ്പോൾ പ്രൊഡ്യൂസർ ചോദിച്ചു നിനക്കെന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ട്രിം ചെയ്തിലെ കാറ് ഞാൻ പോടി ഇടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്ര നേരം ഇരുന്ന പ്രൊഡ്യൂസർ കാറിന്ന് ഇങ്ങനെ പിടിച്ചത് സാജിദ് എടാ ട്രിം ചെയ്ടാ. അപ്പോൾ സാജിദ് നീ സീരിയസ് ആയിട്ടോ? ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടിടിക്കും. അപ്പോൾ തന്നെ ഒരു ഹമ്പുണ്ടായിരുന്നു. ആ ഹമ്പിൻ്റെ മുകളിൽ കൂടി ചാടിപ്പോയി കാറ്. അപ്പോൾ സാജിദ് ഇന്ന് നമുക്ക് ട്രിം ചെയ്യാം നമ്മൾ തിരിച്ചെന്ന്. അങ്ങനെ ആ പടമൊക്കെ അങ്ങനെയാണ് കുറച്ച്. ഇപ്പം പക്ഷെ ആ അവസ്ഥയില്ല. പറഞ്ഞ ആൾക്കാർ എല്ലാവരും കേൾക്കും. പിന്നെ പണ്ടത്തെ പോലെയല്ല, കുറച്ച് പടങ്ങളൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് കൂടുതൽ നമ്മളെ ട്രസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരത് കേൾക്കും. അപ്പം ഞാൻ പറയുന്നതിനെ മുമ്പ് ഞാൻ തന്നെ ഒരു 100 വട്ടം ആലോചിക്കും. കാരണം ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഇവർ പണി വാങ്ങരുതല്ലോ. പക്ഷേ ഇപ്പോൾ ടർബോലൊക്കെ എങ്ങനെ വെച്ചാൽ ഞാനും വൈശാഖാട്ടും ഇതിനും ഭയങ്കര ഒരു ടീമായിട്ടാണ്. അപ്പോൾ എന്ത് സാധനം ഇതിൽ കുറേ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ കട്ടായി പോയിട്ടുണ്ട്. ഒരു സോങ് ഉണ്ടായിരുന്നു. ആ സോങ്ങും ഇതും പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞു സെക്കൻഡ് ഹാഫിൽ. ഇതും പറഞ്ഞ് കറക്റ്റായിരുന്നു. അപ്പോൾ പിന്നെ സോങ് ഫുള്ള് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ആ വെട്രിവേലിനൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ടായിരുന്നു. അയാൾ ആ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ തീരുമാനിച്ച തന്നെ ആ ഫ്ലാഷ് ബാക്കുള്ളതുകൊണ്ടാണ് അത് പോയി. അതുപോലെ തന്നെ ആ ചേസിലൊരു സിംഗിൾ ഷോട്ട് ഉണ്ടായിരുന്നു. നമുക്ക് കാർ ഓടിക്കുമ്പോൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ക്യാമറ ട്രാവൽ ചെയ്ത് കാറിൻ്റെ ബാക്കിൽ കൂടെ പോയിട്ട് വൈഡാകുമ്പോൾ ഫുൾ വണ്ടികൾ വന്ന് ഒറ്റ ഷോട്ട് ഉണ്ടായിരുന്നു. ആ ഷോട്ട് കട്ടായിപ്പോയി. അങ്ങനെ എനിക്കിഷ്ടമുള്ളത് പോയിട്ടുണ്ട്, വൈശാഖിൻ്റെ ഇഷ്ടമുള്ളത് പോയിട്ടുണ്ട്, മിഥുന് ഇഷ്ടമുള്ളത് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓരോന്നും ഇപ്പോൾ ഞാൻ പറയുന്ന സാധനങ്ങൾ പോകുമ്പോൾ അവരുടെ വേറൊരെണ്ണം പോകും. അപ്പോൾ അങ്ങനെ സമാധാനിച്ച് പോയി. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമുള്ളത് മിസ്സാവും. അത് ആ പടത്തിന് വേണ്ടി വരില്ല അത്. അതെ അതെ. അങ്ങനെ ഇപ്പൊ എന്താ പറയാ കുറെ അധികം സംഭവങ്ങൾ ഈ കട്ട് ചെയ്ത് നമ്മൾ മാറ്റുമല്ലോ. ഇത് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ റീവിസിറ്റ് ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്ത പടങ്ങൾ ഞാൻ തന്നെ തിയേറ്ററിൽ പോയി കാണാറില്ല. കാണാറേ ഇല്ല ഞാൻ പടങ്ങൾ. കാരണം ഞാൻ വളരെ അപൂർവം പടങ്ങൾ കണ്ടിട്ടുള്ളൂ. എനിക്ക് അത്ര നേരം തിയേറ്ററിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ ആൾക്കാർ റെസ്പോണ്ട് ചെയ്തതിലൊക്കെ ടെൻഷൻ വരും. പിന്നെ ഞാൻ കണ്ട് റിലീസിന് മുമ്പ് ഒരുപാട് വട്ടം കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കാണാൻ അങ്ങനെ പോകാറില്ല. കട്ട് ചെയ്ത സീനിന്റെ പേരിൽ പിന്നീട് ഒരു സംസാരമൊക്കെ ഉണ്ടാക്കാം. ഇപ്പൊ പറഞ്ഞില്ല മമ്മൂക്കയ്ക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പല ആളുകൾക്ക് പല ആക്ടേഴ്സും ചിലപ്പോൾ ആ ഒരു ഇതുള്ളതുകൊണ്ടായിരിക്കും അവർ ആ സിനിമയിലേക്ക് കൺവിൻസ് ചെയ്യേണ്ടി വരും അവരെ. അത് ഡയറക്ടർ ഏറ്റെടുക്കേണ്ടി വരും. അത് ടഫാണ് ശരിക്കും. ബ്രോയുടെ ഒരു എന്താ പറയാ എഡിറ്റിംഗ് രീതി എങ്ങനെയാണ്? ഡയറക്ടർ പറയുന്നതിനനുസരിച്ച് ആ ഒരു ഫ്ലോയിൽ പോകുമോ അതോ താങ്കളാണോ ഡിസിഷൻസ് പൊതുവെ എടുക്കുന്നത്? ഞാൻ നോർമലി പടം എഡിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ഡയറക്ടർ വന്ന് കാണുക ചെയ്യാറ്. ഞാൻ ഇപ്പോൾ ഒരു പടം ഷൂട്ട് ചെയ്തിട്ട് ഡബ്ബിങ്ങിന് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ദിവസം ഇരിക്കും. ഞാൻ ഡബ്ബിങ്ങിന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഓൾമോസ്റ്റ് ഒരു പടം 4 മണിക്കൂറൊക്കെ നോർമലി ആൾക്കാർ ഡബ് ചെയ്യാൻ കൊടുക്കും. ഞാൻ ഒരു 2.5 മണിക്കൂറാണ് പടം എങ്കിൽ ഞാൻ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുതൽ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളയും. ഡബ് ചെയ്യാനേ കൊടുക്കില്ല. അപ്പോൾ അവരപ്പോൾ തന്നെ കാണുമ്പോൾ അവിടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അവർ പറയുന്ന അവർക്ക് ഉള്ള മാറ്റങ്ങളുണ്ടാവും. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ടർബോ എനിക്ക് എങ്ങനെ വെച്ചാൽ മമ്മൂക്ക പ്രൊഡ്യൂസറും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അത് കണ്ടിട്ട് ഇനിയിപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ വൈശാഖിനോട് പറയും ഞാൻ ഒറ്റ ആഗ്രഹമുള്ളൂ ഇത് കണ്ടിട്ട് മമ്മൂക്കൊന്നും പറയരുത്, വേറെ ചേഞ്ചസ് ഒന്നും പറയാനിട്ടാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പണിയെടുത്തു ഇരുന്നു. മമ്മൂക്കും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഹാപ്പി ആയിട്ട് പോയി. ഈ ട്രെയിലറുകൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? അതായത് ഇപ്പോൾ ട്രെയിലർ ഓൾറെഡി നിങ്ങൾ ആ ഒരു എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾക്ക് തോന്നുമോ ഇത് ട്രെയിലറും കട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്? ട്രെയിലർ ഞാൻ അപൂർവം ചെയ്യാറുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒരു സിനിമ ചെയ്യുന്ന അതേ പണി ചിലപ്പോൾ ട്രെയിലറിൽ കിട്ടും. കുറേ ആൾക്കാർ അഭിപ്രായം പറഞ്ഞ് അങ്ങോട്ട് മാറ്റി. കാരണം ഈ 2-2.5 മണിക്കൂർ പടം ഉണ്ടല്ലോ, അതിൽ ഇഷ്ടം പോലെ പല ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഷോട്ട്സ് ഉണ്ടാവും. അപ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഒരു കാര്യം പറയും, ഡയറക്ടർ ഒരു കാര്യം പറയും. അപ്പോൾ എനിക്ക് കംഫർട്ടാന്ന് തോന്നുന്ന സ്ഥലത്ത് ഞാൻ ചെയ്യാറുള്ളൂ. ടർബോൻ്റെ ഒക്കെ ട്രെയിലർ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു ടീസർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ കുറേ ഷോർട്സ് ഇങ്ങനെ പറക്കി വെച്ച് നോക്കുമ്പോൾ ഇത് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടീസർ സ്പേസ് ഇല്ല. അപ്പോൾ ഞാൻ വൈശാഖിൻ്റെ അടുത്ത് തോന്നി വൈശാഖ ഒറ്റ സാധനം വിട്ടാൽ മതി, ഈ ട്രെയിലർ മാത്രം മതി. ഇപ്പോൾ ടർബോന് മുമ്പ് ഞാൻ കാപ്പിയും അതിന് മുമ്പ് ആറാട്ടും അതിൻ്റെ ഇടയിൽ ചെയ്ത ഒറ്റ പടങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. ട്രെയിലർ ചെയ്തു. ഇപ്പോൾ ട്രെയിലർ ചെയ്യുമ്പോഴേക്കും അതൊരു റിസ്ക് അല്ലേ? കാരണം ആ ഒരു സിനിമ റിവീൽ ചെയ്യാൻ പാടില്ല, എന്നാൽ എന്തെങ്കിലുമൊക്കെ റിവീൽ ചെയ്യാൻ വേണം. അത് ശരിക്കും ഇപ്പോൾ നമ്മൾ പുറത്തുള്ള പടങ്ങളുടെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സിനിമയുടെ ഒരു മിനിയേച്ചർ ആയിരിക്കും ട്രെയിലർ. ഞാൻ കൂടുതൽ അങ്ങനെ ചെയ്യാറ്. അല്ലാതെ
ഭയങ്കരമായിട്ട് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്ന പോലത്തെ ട്രെയിലർ ചെയ്യാറില്ല. ഈ ടർബോയുടെ ആ ഒരു ട്രെയിലർ നമുക്കൊന്ന് അതിന്റെ കട്ടുണ്ടല്ലോ അത് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് തരാമോ? സോ അതായത് നമ്മളിപ്പോൾ ഉള്ളത് ഷമീർക്കയുടെ ആ ഒരു സ്റ്റുഡിയോയ്ക്കുള്ളിലാണ്. ആക്ച്വലി ഈ ടർബോയുടെ ട്രെയിലർ കണ്ട് ഞാനും നിങ്ങളൊക്കെ കോരിത്തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അതിന്റെ ആ ഒരു ടൈം ലൈൻ എങ്ങനെയാണ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ആക്ച്വലി നമ്മൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴേക്കും ഇപ്പോൾ ട്രെയിലർ കണ്ട എല്ലാവരുടെ ഒരു ഇതായിരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ലിറ്ററലി ഗംഭീരമായിട്ടുണ്ട്. ഈ ഷോട്ടുകളൊക്കെ ഇപ്പം നമ്മളിത് കാണുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ആ കാറിൻ്റെ ഷോട്ട് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു ഹൈ സ്പീഡ് ഷോട്ടാണ്. ഒരു 500 ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്ത് വളരെ മെല്ലെ വരുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയ ഞാൻ സ്പീഡ് കൂട്ടും, എന്നിട്ട് ആ എൻഡ് മാത്രം സ്ലോ ആക്കിയിട്ട് അവിടെ സൂം ചെയ്തു. അതാണ് ആ ഇമ്പാക്റ്റ്, ആ തിരിഞ്ഞു വന്ന് നിൽക്കുന്ന സ്ഥലത്ത്. റിയൽ വീഡിയോ നമുക്ക് കാണാൻ പറ്റുമോ? കാണിച്ചു തരാം. ഇത്രയും സ്ലോയിലാണ് ഷൂട്ട് ചെയ്ത് വരുന്നത്. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ നമുക്ക് സ്ലോയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പക്ഷേ സ്പീഡിൽ ഷൂട്ട് ചെയ്ത സാധനം നമുക്ക് ഇത്രയും സ്ലോ ആക്കാൻ പറ്റില്ല. ഇതുപോലെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഇതേപോലെ നമുക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്? ഇത് എഡിറ്റിൽ റൊട്ടേറ്റ് ചെയ്തത് ആ ക്യാമറ ആളുടെ മൂവ്മെന്റില്ല അതിനനുസരിച്ച് സിങ്ക് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അത് നമുക്ക് അത് നമ്മൾ ഷൂട്ട് അല്ല ക്യാമറ റൊട്ടേറ്റ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ഇത് ഷൂട്ട് ചെയ്യുന്നത് മറ്റേ റെഡിലാണ്. അപ്പോൾ അത് 8K റെസൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സൂം ചെയ്യാം. നമുക്ക് അങ്ങനെ സൂം ചെയ്തിട്ട് അത് നമുക്ക് ഡിജിറ്റലി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കൂടുതലും ചെയ്യുന്നത് ഇപ്പോൾ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു കാറ് വന്ന് ഇങ്ങനെ നിൽക്കുന്ന ഷോട്ട് അത് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റില്ല. അപ്പോൾ അതെന്താ ചെയ്യുക വെച്ചാൽ നമുക്ക് വേണ്ട ഫൈനൽ ഫ്രെയിം നമ്മൾ റിവേഴ്സ് എടുക്കും. അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരാളും തൊട്ടടുത്ത് വന്ന് ഇങ്ങനെ വണ്ടി നിൽക്കുന്ന പോലത്തെ ഷോട്ട് വേണമെങ്കിലും കറക്റ്റ് ആ പൊസിഷനിൽ വന്ന് നിൽക്കില്ലല്ലോ. അപ്പോൾ അത് മാത്രം അങ്ങനത്തെ സാധനങ്ങളൊക്കെ റിവേഴ്സ് എടുക്കും ആൾക്ക്. സ്ലോ മോഷന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ സ്ലോ മോഷൻ നമ്മൾ എല്ലാം അങ്ങനെ തന്നെ, അതായത് വിഷ്വൽസ് സ്ലോമോ ആയിട്ട് തന്നെ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് സ്പീഡാക്കുന്നത് പോലെ തന്നെയാണ്. ഈ ചില ഫൈറ്റ് സീൻസിലൊക്കെ അത് അങ്ങനെ സ്ലോമോ ആയിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ചില ഏരിയകളിൽ സ്ലോയിൽ തന്നെ ആക്ട് ചെയ്യും, ആക്റ്റീവ് സ്ലോയിൽ ചെയ്യും. അത് നമുക്ക് ഇവിടെ സ്പീഡ് എല്ലാ സ്ഥലത്തും പറ്റില്ല. അത് ചില ഏരിയകളിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ഇപ്പോൾ ഈ സ്ലോയിൽ ചെയ്തിട്ട് സ്പീഡാക്കുന്ന ഇതിന് മറ്റേ സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യുന്നത് പകരാവില്ല. രണ്ടും സെപ്പറേറ്റ് ലുക്കാണത്. എങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്യും? അതിനെന്തെങ്കിലും ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടോ? ക്രൈറ്റീരിയ അങ്ങനെയൊന്നുമില്ല. അല്ലല്ല, നമുക്ക് വേണ്ട ഔട്ട്പുട്ടിനനുസരിച്ചാണ് അത്. ട്രെയിലറിൽ ഏറ്റവും ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു സീൻ ഇതായിരുന്നു. ആ ഒരു തോക്ക് എടുക്കുന്ന ആ ഒരു സീൻ ഭയങ്കര വൈറലായിരുന്നു. അതെന്ന് വെച്ചാൽ ഒരു ഷോട്ടിൽ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കാണും, അവിടെ തിരിച്ച് തോക്കെടുത്ത് വരുമ്പോൾ മമ്മൂക്കാനെ കാണും. അതിൻ്റെ ആ ഒരു ഡൈനാമിക്സും പരിപാടികളൊക്കെ അത് മമ്മൂക്ക തന്നെ ആ തോക്കിലൊരു റിഗ് പിടിച്ചിട്ട് നമുക്ക് ഒരു കൈ കൊണ്ട് തോക്ക് ഇങ്ങോട്ട് മാറ്റും ഇവിടുന്ന് വരുന്ന പോലെ. എന്നിട്ട് ഈ തിരിഞ്ഞു വരുന്ന പോയിന്റിൽ നമുക്ക് തോക്ക് പിടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ കൈ വിടും. നമുക്ക് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്ത് എടുത്തതാണ് അത്. ക്യാമറ എഡിറ്റും ആണ് എന്താ പറയാ ഇങ്ങനെയുള്ള പല ഇമ്പാക്റ്റുകളുടെയും ആ ഒരു നട്ടലെന്ന് പറയുന്നത്. ആക്ച്വലി ഡയറക്ടറൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു പരിപാടി ഒരിക്കലും ഒരു ഇതൊക്കെ വൈശാഖേട്ടൻ അങ്ങനെ പറഞ്ഞതാണോ അതോ? വൈശാഖേട്ടൻ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടിയിട്ട്. ഭയങ്കരമായിട്ട് നന്നായി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം, അതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ കാണുന്ന ഒരു 2-2.5 മണിക്കൂറുള്ള സിനിമയാണ്. പക്ഷെ അതിന്റെ ആക്ച്വൽ ഫുട്ടേജ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ചിലപ്പോൾ ഒരുപാട് മണിക്കൂർ ഒരുപാട് ലെങ്ത് ഉള്ളതായിരിക്കും. എത്ര TB വരെയൊക്കെ പോകാറുണ്ട്? TB പറഞ്ഞാലേ നമ്മൾ ഇപ്പോൾ ആദ്യം ഇപ്പോൾ ചാർലിയുടെ സമയത്തൊക്കെ ഒരു 2 TBയുടെ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സാധനം റോ ഫയൽസ് ഉണ്ട്, അതൊരു 30 TB 40 TB ഒക്കെ പോകും. പക്ഷെ അത് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ലോ റെസൊല്യൂഷനാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ എടുക്കുക. എന്നിട്ട് ഇത് മാച്ച് ചെയ്യുക DI വെച്ചിട്ട്. അപ്പോൾ അത് ആദ്യം ഒരു 2 TB ഉണ്ടെങ്കിൽ മതിയായിരുന്നു. ഇപ്പം അത് ഒരു 8 TB വരാറുണ്ട്. ഇപ്പോൾ ശങ്കർ സാറിൻ്റെ പടത്തിന് 18 TBയുടെ ഹാർഡ് ഡിസ്കിലാണ്. അത് ഇനിയും നിറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ പക്ഷെ അതിൻ്റെ റോ ഫുട്ടേജ് ഒരുപാട് ഹാർഡ് ഡിസ്കുകൾ ഉണ്ടാവും. നമ്മളത് എഡിറ്റ് ചെയ്യാൻ തരുന്ന ഫയലിൻ്റെ കാര്യം പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളൊരു ഫയൽ കിട്ടുമ്പോഴേക്കും ഇത് ക്വാണ്ടിറ്റി അല്ല, എന്താ കാര്യം വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് ഫൈറ്റിൻ്റെ ടേക്സിന് ചിലപ്പോൾ 18 മണിക്കൂറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന്ന് നമ്മൾ എല്ലാം കണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കട്ട് ചെയ്തിരിക്കുക. കാരണം ഈ 18 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലോ മോഷനിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ 1000 ഫ്രെയിംസിൻ്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 സെക്കൻഡ് ഉള്ള ഷോട്ട് തന്നെ ഭയങ്കര ലെങ്ത് ആയിരിക്കും. കാരണം 1 സെക്കൻഡിൽ 1000 ഫ്രെയിംസ് റെക്കോർഡാവും. നമുക്ക് അത് പിന്നെ ടൈം ലൈനിൽ പ്ലേ ചെയ്യുമ്പോൾ 1 സെക്കൻഡിൽ 24 ഫ്രെയിംസ് പ്ലേ ആവുള്ളൂ. അപ്പോൾ അത്രയും സ്ട്രെച്ച് ആവും ആ ഷോട്ട്. അപ്പോൾ അത് കണ്ടു തീരാൻ തന്നെ സമയമെടുക്കും. ഈ ടർബോയ്ക്ക് എത്ര ടൈം എടുത്ത് എഡിറ്റ് ചെയ്യാനായിട്ട് മൊത്തത്തിൽ? ടർബോ ഞാൻ ഫൈറ്റിന് മിക്കവാറും ഞാൻ പാരലൽ എഡിറ്റ് ചെയ്തായിരുന്നു. ചേസിനൊക്കെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീരുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത് തീർന്നു. പിന്നെ ക്ലൈമാക്സ് ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു പകുതിയായപ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്ത് തീർന്നതിന് ബാലൻസ് ഷൂട്ട് ചെയ്തത്.
പോലീസ് സ്റ്റേഷനും എല്ലാം. പിന്നെ അത് മാത്രമല്ല, ഈ പോലീസ് സ്റ്റേഷനുമായിട്ടൊക്കെ നമ്മൾ റിഹേഴ്സൽ ചെയ്ത് ആദ്യം തന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഡ്യൂപ്പിന് വെച്ചിട്ട്. ആ സാധനമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സെയിം അതേപോലെ തന്നെ ഷൂട്ട് ചെയ്ത് വരുമായിരുന്നു. അത് ഈ ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറിയപ്പോഴേക്കും പൊതുവെ ഈ ടൈമിന്റെ കേസിൽ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ പൊതുവെ ആളുകൾ കുറച്ച് ലാവിഷായി എന്ന് കേട്ടിട്ടുണ്ട്. അത് എഡിറ്റർമാർക്കാണ് പണിയെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ? അത് പണിയെന്ന് പറയാനില്ല. കാരണം എന്താ വെച്ചാൽ ഓപ്ഷൻസ് കൂടുതല. ഫിലിമിന് എന്താ കാര്യം വെച്ചാൽ ഒരു 3 മിനിറ്റ് റെക്കോർഡ് ചെയ്യുന്ന ക്യാനിന് 12,000 രൂപ അങ്ങനെ എന്തൊക്കെയാണ് അന്ന് റേറ്റ്. അപ്പോൾ ഇപ്പോൾ പൈസ ആവശ്യമില്ലല്ലോ. കാരണം എത്ര വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം, ഹാർഡ് ഡിസ്ക് കോപ്പി ചെയ്യുക, വീണ്ടും റെക്കോർഡ് ചെയ്യുക, അങ്ങനെയാണല്ലോ. അപ്പോൾ പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ക്ലാപ്പ് കട്ട് ചെയ്ത് ഉണ്ടാവുള്ളൂ. ബാക്കി അങ്ങനെ എല്ലാവരും പിസിക്കിയിട്ടാണ് ഷൂട്ട് ചെയ്യുക. ഒരുപാട് ടേക്സ് പോലെ റിഹേഴ്സൽ ചെയ്തതിനു ശേഷം പോകുള്ളൂ. ഇപ്പോൾ ഞാൻ പറയില്ല 18 മണിക്കൂറും അത്രയൊക്കെ ഒരു ഫൈറ്റിന് തന്നെ ഉണ്ടാവും. പണ്ട് ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്കൂർ 5 മണിക്കൂറോ വലിയ പടങ്ങൾ റഷ് ഉണ്ടാവുള്ളൂ ടോട്ടൽ ഒരു പടത്തിൻ്റെ ഫുൾ. അപ്പോൾ അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഫുൾ റഷ് എത്ര വട്ടം വേണമെങ്കിൽ കാണാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഉള്ള പടങ്ങളുടെ അങ്ങനെ കണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ശങ്കർ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് എൻ്റെ ഫ്രണ്ട്സാണ് അൻപറിവ്. അപ്പോൾ അവർ ആദ്യം ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഭയങ്കര കമ്പനി ആയിരുന്നു. അവർ ആദ്യത്തെ ഹിന്ദി പടം ചെയ്തപ്പോൾ അതിൻ്റെ ഫൈറ്റ് ഞാൻ എഡിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് കുറേ അവരിപ്പോൾ നല്ല രീതിയിൽ പോവാം. ആ സമയത്ത് ശങ്കർ സാറിൻ്റെ പടം ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്ത് സാറ് ചോദിച്ചു ആരെങ്കിലും എഡിറ്ററിനോട്. അപ്പോൾ ഇവന്മാർ എന്നോട് പറഞ്ഞില്ല, എന്നോട് നേരെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു പെരിയ പടം ഉണ്ട്, എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പറഞ്ഞു. എനിക്ക് ആ സമയത്ത് ഇവിടെ കടുവ കുറേ പടങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവർ പറഞ്ഞപ്പോൾ എന്തെങ്കിലും വലിയ പരിപാടി ആയിരിക്കും. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു കോൾ വരാണ്ടായപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു, ആ പെരിയ പടത്തിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ വീണ്ടും പറയാൻ പറഞ്ഞു. ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ എൻ്റെ CV സാധനങ്ങളും ഞാൻ എൻ്റെ വിക്കിപീഡിയ ലിങ്കൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞത്, കുറേ ബിൽഡപ്പ് കഴിഞ്ഞിട്ട് പറഞ്ഞത് ശങ്കർ സാറിൻ്റെ പടമാണ്. ഞാൻ ശരിക്കും ഗെയിം ചേഞ്ചർ. ശങ്കർ സാറിന് ഏറ്റവും കൂടുതൽ എന്താ പുള്ളിയുടെ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എല്ലാ ടെക്നീഷ്യന്മാർക്കും അവരുടെ സ്പേസ് കൊടുക്കും. ഓവറായിട്ട് അതിൽ കൈയെടുത്തില്ല. ഇത് ഇപ്പോൾ ഒരു ഡാൻസ് മാസ്റ്റർ ആണെങ്കിലും ഒരു ക്യാമറമാൻ ആണെങ്കിലും അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിരിക്കും. കാരണം അതിലവർ ആണല്ലോ നന്നായി ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റിങ്ങിലായാലും നമുക്ക് ആ സ്പേസ് തരും എല്ലാ കാര്യത്തിലും. പിന്നെ അവിടെ എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ പടം തെലുങ്കിൽ, പിന്നെ ഇത്രയും വലിയ പടം. അതുകൊണ്ട് ഇവിടെ ഞാൻ ചാർലി ചെയ്ത അവസ്ഥയിലാണ് ആ പടത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സമയം ആവും നമുക്ക്. ഇപ്പം ഞാൻ 1 കൊല്ലം കൊണ്ട് തീരുന്നു വിചാരിച്ചായിരുന്നു. ഇപ്പോൾ 2.5 കൊല്ലമായി. ടൈം എടുക്കും, ഇനിയും സമയം എടുക്കും. ഈ വർഷം ഉണ്ടോ? എഡിറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോഴേക്കും ആ ഒരു സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഡിറ്റർ ഇന്ന ആൾ വേണം എന്നുള്ളത് അതായത് ആ ഒരു ക്രൂവിൻ്റെ കൂടെ താങ്കൾ എത്താറുണ്ടോ, അതോ ഈ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണോ താങ്കൾ അതിലേക്ക് സിനിമ എത്തുന്നത്? പൊതുവെ എങ്ങനെയാണ്? കൂടുതലും തുടക്കം ഉണ്ടാവും. ഇപ്പോൾ ഓസ്ലർ ഇപ്പോൾ ഞാൻ ചെയ്തതിൽ അത് വേറെ എഡിറ്ററായിരുന്നു. അപ്പോൾ ലാസ്റ്റ് സൈജു ആണ് എഡിറ്ററായിരുന്നത്. സൈജു വേറെ ഡയറക്ഷൻ പരിപാടിയൊക്കെ ആയിട്ട് പോയപ്പോൾ തിരക്കായി. മിഥുൻ ഞാനായിട്ട് ഇത്രയും കമ്പനി ആവുന്നതിന് മുമ്പാണ് ആ പടത്തിൻ്റെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മിഥുൻ്റെ അടുത്ത ഓപ്ഷൻ ഞാനായിരുന്നു. മിഥുൻ എന്നെ വിളിച്ചിട്ട് അത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് വന്നത്. അത് ഷൂട്ടൊക്കെ തീർന്നതിന് ശേഷമാണ് ആ പടത്തിൽ. ആക്ഷൻ സീൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ആക്ഷൻ സിനിമകളോടാണ് കൂടുതൽ താങ്കൾക്ക് താല്പര്യമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഒരു ചോദ്യത്തിൽ? ആക്ഷൻ സിനിമയല്ല, എനിക്ക് ആക്ഷൻ കോമഡിയാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഡെഡ് പൂളൊക്കെ പോലത്തെ പടങ്ങളില്ലേ, അങ്ങനത്തെ അഡ്വഞ്ചേഴ്സ് പടങ്ങൾ, അങ്ങനത്തെ. ആക്ഷൻ എഡിറ്റ് ചെയ്യാൻ എനിക്ക് എളുപ്പമാണ്. കാരണം ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് പുറത്തുള്ള പടങ്ങളുടെ ഫൈറ്റുകൾ മാത്രം കുറേ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സലാറിൻ്റെ ചെയ്തായിരുന്നു. പിന്നെ ഇത് ദസറ, അത് അൻപറിവിൻ്റെ ആയതുകൊണ്ട് ചെയ്തിട്ടില്ല. ഞാൻ അതിനു മുമ്പ് വേറെ കുറേ മാസ്റ്റേഴ്സിൻ്റെ സ്ഥിരം ചെയ്യാറുണ്ട്. കാനൽക്കണ്ണനും സിൽവ അങ്ങനത്തെവരൊക്കെ ചെയ്യാറുണ്ട്. ഈ ആക്ഷൻ സീൻസ് മാത്രം ചെയ്യുമ്പോഴേക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ. കാരണം പണ്ടത്തെ ഫൈറ്റ് സീൻ പോലെയല്ല ഇപ്പോഴത്തെ ഫൈറ്റ് സീൻ. ആ ഒരു ചേഞ്ചസിനെ താങ്കൾ എങ്ങനെയാണ് നോക്കുന്നത്? അത് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ലോ. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ചേഞ്ച് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഗ്രാജുവലി വന്നിട്ടുള്ള ഇതാണ്. ഞാൻ ആദ്യം ഇത് ഫൈറ്റ് മാത്രം ചെയ്യുന്ന സമയത്ത് ഫിലിമിലായിരുന്നു, ഇത്രയും ഫുട്ടേജസ് ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ പിന്നീട് ഇപ്പോൾ വന്നപ്പോൾ ഭയങ്കര ഒരുപാട് റഷ് ഉണ്ടാവും, ഒരുപാട് ഓപ്ഷൻസും ഉണ്ടാവും. അപ്പോൾ ചില ഷോട്ട്സിന് തന്നെ നമുക്കതിൻ്റെ ഒരു പോയിൻ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഏരിയയ്ക്ക് തന്നെ 4 ക്യാമറ ചിലപ്പോൾ നല്ല ഷോട്ട്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കൂടുതലായിരിക്കും, കുറച്ച് സമയം കൂടുതൽ പോകും. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇച്ചിരി ടഫാണ്. അതെ അതെ.
ഈ അങ്കമാലി ഡയറീസ് ആണെങ്കിലും അജയചന്ദ്രൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അത്രയും നാൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ഫൈറ്റ് സീനും ഫൈറ്റ് പാറ്റേണും അല്ല, മൊത്തത്തിൽ ഡിഫറെന്റ് ആയിട്ട് പോയി. പിന്നെ അതിനുശേഷം പല സിനിമകൾ നോക്കിക്കഴിഞ്ഞാലും മതി, ഇപ്പൊ അങ്കമാലി ഡയറീസ് എന്നൊക്കെ ആണെങ്കിലും ഇൻസ്പയർഡ് ആയതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു റിയൽ ടൈമിൽ എങ്ങനെയാണ് ഫൈറ്റ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനൊരു ട്രെൻഡ് ചേഞ്ചർ ആവാൻ പറ്റിയെന്ന് തോന്നിയിട്ടുണ്ട്? അങ്ങനെ തോന്നിയിട്ടില്ല. അങ്കമാലി ഡയറീസും അജയചന്ദ്രനും വ്യത്യാസമുണ്ട് ആക്ച്വലി. അങ്കമാലി ഡയറീസിൽ ഇത്രയും ഹൈ സ്പീഡ് ഷോട്ട്സോ അങ്ങനത്തെ പരിപാടികളോ ഇല്ല. അജയചന്ദ്രൻ കുറച്ചും കൂടെ, അജയചന്ദ്രത്തിലും കുറവാ, പക്ഷെ സ്വാതന്ത്ര്യ അർദ്ധരാത്രി അതിൽ കുറച്ചും കൂടെ സ്റ്റൈലൈസ്ഡ്. അതെ, അജയചന്ദ്രൻ അങ്കമാലി ടോട്ടലി ഭയങ്കര റോ ആയിട്ടാ അതിന്റെ ഇടി കൂടുന്ന അങ്ങനത്തെ സംഭവങ്ങളാണ്. ലിജോ ചേട്ടൻ അതിൽ യൂസ് ചെയ്ത സൗണ്ടും ഇടിക്കുന്ന സൗണ്ടുകളും ഒക്കെ അങ്ങനത്തെ പരിപാടികളായിരുന്നു. അങ്ങനെയില്ല എനിക്ക്. ഞാനെപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഏത് ആക്ടറായാലും റോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടാവും ചില ഷോട്ട്സിൽ, അതറിയാത്ത പോലെ മാക്സിമം എഡിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കും. കാരണം ഇപ്പോൾ റോപ്പിൽ വന്ന് ഇറങ്ങുന്നതൊക്കെ മനസ്സിലാവും മിക്കവാറും. അത് മനസ്സിലാവുന്ന ഏരിയകൾ ചിലപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടും, അല്ലെങ്കിൽ അതിന് വേറെ ഓപ്ഷൻസ് നോക്കും. അത് മാക്സിമം അറിയാത്ത പോലെ. ശരി, ഞാൻ അത് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. കാരണം ഈ ചില ഫൈറ്റ് സീൻസ് ആണെങ്കിലും ഒക്കെ ആണെങ്കിലും റോപ്പ് ഒക്കെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ട് യൂസ് ചെയ്യും. അത് എഡിറ്റിംഗ് ടേബിളിലേക്ക് വരുമ്പോഴേക്കും എങ്ങനെയൊക്കെയാണ് അതിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നിട്ട് എക്സാമ്പിൾസ് പറയാമോ? എക്സാമ്പിളായിട്ടല്ല, അത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ റോപ്പിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ ഒരാൾ വന്ന് ലാൻഡ് ചെയ്യായിരിക്കും. ഇപ്പോൾ ഈ റോപ്പ് വേറെ ആൾക്കാർ പിടിച്ചിട്ട് ഇങ്ങനെ വിടുകയാണല്ലോ, ഒരു മിഷനിലല്ല ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ ഒരാൾ നേരെ വന്ന് ചാടി വന്ന് നിൽക്കുകയാണെങ്കിൽ അത് റിയലായിട്ട് തോന്നുന്ന സ്പീഡിലായിരിക്കും ഇരിക്കുക. മറ്റേ റോപ്പിൽ ആ ഒരാൾ പിടിച്ചിറക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഏരിയയിൽ സ്ലോ ആവും, പിന്നെ വീണ്ടും ഫാസ്റ്റ് ആവും. അതാണ് നമുക്ക് റോപ്പ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർ പൊസിഷൻസ് മാറിക്കെടുക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ തൂങ്ങി കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതറിയാത്ത ആംഗിൾസ് ഉണ്ടെങ്കിൽ അത് മാക്സിമം അത് യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഇത് അറിയുന്ന ഭാഗങ്ങൾ അറിയാത്ത രീതിയിൽ നമ്മൾ സ്പീഡിലൊക്കെ മാനേജ് ചെയ്തിട്ടൊക്കെ എഡിറ്റ് ചെയ്യും. ഈ സ്ലോ മോഷൻ ട്രെൻഡ് ഇപ്പോൾ എങ്ങനെയാണ്? സ്ലോ മോഷൻ ട്രെൻഡ് ഇപ്പോൾ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ചീത്ത വിളിക്കും. ആവശ്യത്തിന് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. ഇപ്പോൾ ടർബോലൊക്കെ ക്ലൈമാക്സ് ഒക്കെ എല്ലാം സ്ലോ മോഷനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അധികം യൂസ് ചെയ്തില്ല. അതിന് റീസൺ ചീത്ത വിളിയിട്ടില്ല. ഇപ്പോൾ നമുക്കൊക്കെ നന്നായി എഫർട്ട് എടുത്തിട്ടുണ്ട്. അത് ആൾക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ അത് കുറച്ചും കൂടെ റിയൽ ആയിട്ട് പോലെ കിട്ടുള്ളൂ. പിന്നെ നല്ല ലെങ്ത് ഉണ്ട് ഫൈറ്റ്. സ്ലോ മോഷൻ ഇനി വന്നു കഴിഞ്ഞാൽ ഇനിയും കൂടും ചെയ്യും. അടുത്തൊരു 3D സിനിമ വരാനായിട്ട് പോകും. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുമ്പോഴേക്കും എന്താ ട്രെയിലർ ആണെന്ന് ലൈക്ക് ടീച്ചറൊക്കെ ഇറങ്ങിയതാണെന്നുണ്ടെങ്കിലും വളരെ ഡിഫറെന്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തോ ഭയങ്കര സംതിങ് ബിഗ് ഈസ് കമ്മിങ് എന്നുള്ളൊരു മോഡാണ്. സോ എന്താണ് എനിക്ക് അതിൻ്റെ ആൾക്കാരുടെ റെസ്പോൺസ് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് ഒരുപാട് എല്ലാവരും ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് ടോവിനൊക്കെ ഭയങ്കരമായിട്ട് പണിയെടുത്തിട്ടുള്ള പടമാണ്. അത് ഷൂട്ട് തുടങ്ങുന്ന ആദ്യത്തെ ദിവസം തന്നെ പാക്കപ്പ് പറയുന്നത് പിറ്റേ ദിവസം നേരം വിളിച്ചാൽ നമ്മൾ അത് പിന്നെ അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇന്ന് മാത്രം ഇങ്ങനെ ഉള്ളത്. അത് തീരുന്നവരെ അങ്ങനെയായിരുന്നു. 40 ദിവസമൊക്കെ കണ്ടിന്യൂസ് നൈറ്റ് ഷൂട്ട്, ഫുൾ നൈറ്റും ഒരുപാട് പരിപാടികളുണ്ട്. എപ്പോഴും ഒരു 150 ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും ലൊക്കേഷനിൽ. പിന്നെ ഒരു 3 കാലഘട്ടം ഉണ്ട് ആ പടത്തിൽ. പിന്നെ നല്ല ആക്ഷൻസ് ഉണ്ട് അതിൽ. ഫാൻറ്റസിയാണ് ആ പടം. അത് കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു പരിപാടിയായിരിക്കും. ഈ 3D ആവുമ്പോഴേക്കും നമ്മൾ 3Dക്കുള്ള സാധ്യത ഉണ്ട് ആ പടത്തിൽ. അതിനുള്ള എലമെന്റ്സ് ഉണ്ട് ആ പടത്തിൽ. അതുകൊണ്ടാണ് 3D ആക്കാൻ തീരുമാനിച്ചത്. അത് ആദ്യം 3D ആയിരുന്നില്ല. പിന്നെ ഞാനും ഇതിനെ കൂടുതൽ ഒരു ഡിസ്കഷനിലാണ് 3D ആക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് പ്രൊഡ്യൂസറെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് 3Dയിലേക്ക് നമ്മൾ മാറ്റായിരുന്നു. 3D നമ്മളുടെ ആളുകളിലേക്ക് മലയാളികൾക്ക് പൊതുവെ എന്താ പറയുക ഒരു പുതിയ എക്സ്പീരിയൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുതിയ ജനറേഷൻ അത് പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കില്ല. കാരണം എല്ലാ പടം ഇപ്പോൾ 3D ഇറങ്ങുന്നത്. പക്ഷെ പണ്ട് കുട്ടിച്ചാത്തം കണ്ട് ഇറങ്ങിയ ഈ പിന്നെ അധികം ഈ മാർവലിൻ്റെ പടങ്ങളൊക്കെ കാണാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വീണ്ടും തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഒരു പുതിയ അനുഭവം ആവും. നമ്മളുടെ മലയാള സിനിമകൾ ഒരു ഹോളിവുഡ് മോഡിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഇപ്പോൾ എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് ഇൻസ്പയർഡ് ആവുന്നതെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അല്ല, ഇനി അങ്ങനെ പോയേ പറ്റൂ. കാരണം ഇപ്പോൾ ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ സ്ക്രീനിൽ ഒരു ഇംഗ്ലീഷ് പടം കളിക്കുന്നുണ്ടാവും, ഇവിടെ ഒരു മലയാള പടം കളിക്കുന്നുണ്ടാവും. 2 പടത്തിന് ഒരേ ടിക്കറ്റ് ചാർജാണ്. അപ്പോൾ ആൾക്കാർ ഒരേ പൈസ കൊടുത്തിട്ട് ഈ എൻ്റർടൈൻമെൻറ്റിന് വരുമ്പോൾ അവർക്ക് കറക്റ്റ് അതേപോലെ തന്നെ കാണണം. പ്രത്യേകിച്ച് കൊറോണയൊക്കെ വന്നതിന് ശേഷം എല്ലാവരും ഭയങ്കരമായിട്ട് പുറത്തെ പടങ്ങൾ നെറ്റ്ഫ്ലിക്സും ഇതൊക്കെ വന്നതിന് ശേഷം ഭയങ്കര എക്സ്പോസ്ഡായി. അപ്പോൾ നമ്മളെ ക്വാളിറ്റി കൊടുത്തില്ലെങ്കിൽ റിലീസായി അന്നത്തെ വൈകുന്നേരം നാട്ടുകാർ ഓൺലൈനിൽ ഇരുന്ന് തെറി വിളിക്കുന്നത് കേൾക്കേണ്ടി വരും. ദെൻ നമ്മളുടെ പ്രൊഡക്ഷൻ കമ്പനിയെ കുറിച്ച്, കാരണം തണ്ണീർമത്തൻ ദിനങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേക്കും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും തന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു അല്ലെങ്കിൽ നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു സിനിമ പാറ്റേൺ മാറിയിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കഥ അത്രയും എന്തോ ആളുകളിലേക്ക് എത്തി.
അപ്പോൾ നമ്മളെ പ്രൊഡക്ഷൻ കമ്പനി ജോമോനായിട്ടുള്ള സൗഹൃദം, പുതിയ സിനിമകൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോൾ നമ്മൾ തണ്ണീർമത്തിന് ശേഷം നമ്മൾ 2-3 പടം ചെയ്തു. ഇപ്പോൾ ഷൂട്ട് തീർന്നിരിക്കുന്നത് വിഷ്ണു മോഹൻ ഡയറക്റ്റ് ചെയ്തിട്ട് ബിജു മേനോൻ അഭിനയിച്ചൊരു പടം. അത് വർക്കൊക്കെ തീർന്നിരിക്കുക. പിന്നെ നമുക്ക് പ്രൊഡക്ഷൻ വേറെ നടക്കുന്നത് ആഡ് ഫിലിംസ് ഒക്കെയാണ് കൂടുതലും. ആഡ് ഫിലിം പ്രൊഡക്ഷൻ ഹൗസുണ്ട്. അങ്ങനത്തെ പരിപാടികളാണ്. ഈ സൗഹൃദങ്ങളാണല്ലോ പലപ്പോഴും സിനിമയിൽ നമ്മളെ പലയിടങ്ങളിലും കൊണ്ടെത്തിക്കുന്നതും, അല്ലെങ്കിൽ നമുക്കൊരു ഒരു ചേഞ്ച് തരാറുള്ള, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ തരാറുള്ളത് പല സൗഹൃദങ്ങളാണ്. സോ എങ്ങനെയാണ് ഷമറിനെ സംബന്ധിച്ചിടത്തോളം സൗഹൃദങ്ങൾ? എൻ്റെ കൂടുതലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെയൊക്കെയാണ്. ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവുന്ന ജോമോൻ മാട്ടിച്ചൻ്റെ അടുത്ത് എന്നെ പറ്റി പറഞ്ഞിട്ടാ. ഇപ്പോൾ തണ്ണീർമത്തൻ നമ്മൾ ചെയ്യുന്നതും ജോമോനെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് അതിന് പ്രൊഡ്യൂസർ വരുന്നത്. അപ്പോൾ ജോമോനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ എഡിറ്റർ ആവുന്നതും പ്രൊഡക്ഷനിലേക്ക് വരുന്നു. സോ ഒബ്വിയസ്ലി സൗഹൃദം തന്നെയാണ്. ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം അത് നമുക്ക് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ നമ്മളത് നേടിയെടുക്കാനായിട്ട് സിനിമയിൽ എന്ന് പറയുമ്പോഴേക്കും അത് ഭയങ്കര കാര്യമാണ്. കാരണം ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഇത്രയും ആളുകളാണ് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. സോ ഒരു ഏത് ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിലും അയാളെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അയാളത് ഏൺ ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. സക്സസ് ഉണ്ടാകുമ്പോൾ അത് വരും. നമ്മൾ ചെയ്യുന്ന പടങ്ങൾ ഇപ്പോൾ എത്ര നന്നായി നമ്മൾ വർക്ക് ചെയ്താലും നമ്മുടെ പടം ഓടിയില്ലെങ്കിൽ നമ്മുടെ ട്രസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ സക്സസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾ ചില സമയത്ത് ഈ ഹാർഡ് വർക്ക് ചെയ്താലും അത്രയും ചിലപ്പോൾ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടോ, ഇപ്പോൾ ടെക്നിക്കൽ സൈഡിൽ അത്രയും നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടോ, പക്ഷെ അത് നന്നായിട്ട് വന്നില്ലെങ്കിൽ, വർക്കൗട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു മോശം ആവുകയും ചെയ്യും. പിന്നെ വർക്ക് കിട്ടുന്ന കാര്യത്തിൽ നമുക്ക് ഒരു ഇഷ്യൂ വരും. അത് വരും. പക്ഷെ നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും ആദ്യമേ തന്നെ ഇത് തിയേറ്ററിൽ എങ്ങനെ വരും എന്നുള്ളത്. ഇത്രയും നാളത്തെ ഒരു ലൈഫ് അല്ലെങ്കിൽ മൂവി കരിയർ വെച്ചിട്ട് നോക്കുമ്പോഴേക്കും ആസ് ആൻ എഡിറ്റർ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്, മാറ്റങ്ങൾ നേടിയിട്ടുള്ള കുറച്ച് പ്ലസ് എന്തൊക്കെയാണ്? ഏറ്റവും പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ എഡിറ്റർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഡയറക്റ്റ് ചെയ്യണമെന്നായിരുന്നു. ഞാനത് ഭയങ്കര എളുപ്പമുള്ളൊരു പരിപാടിയാണെന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നീട് നമ്മൾ കൂടുതൽ സിനിമകൾ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യും, ലൊക്കേഷനിൽ പോവുകയൊക്കെ ചെയ്യുന്നതോടുകൂടി ഇതത്ര എളുപ്പമുള്ള കാര്യമില്ല. മനസ്സിലായി. നമുക്കിവിടെ എഡിറ്റിംഗ് ടേബിളിൽ ഇരുന്നിട്ട് ഡയറക്ടർ എടുത്ത് ഇതിങ്ങനെ ചെയ്യായിരുന്നില്ലേ എന്ന് ചോദിക്കാതെ ഇപ്പോൾ. പക്ഷെ അവിടെ ലൊക്കേഷനിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യമൊന്നുമില്ല. ഓരോ ഷോട്ടിൻ്റെ പിന്നിലും നമുക്കത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. പക്ഷെ അവിടെ അത് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ അത്രയും ആൾക്കാരെ ഹാൻഡിൽ ചെയ്യണം. ഒരു ക്ലാസ് ടീച്ചറുടെ അവസ്ഥയാണ്. സോ അത് ചെയ്തു വരുന്ന എഫേർട്ടുണ്ട്. എനിക്കത്രയും ക്ഷമയില്ല അങ്ങനത്തെ കാര്യത്തിന്. ഡയറക്ഷനെ കുറിച്ച് ചെയ്യണം, ഇപ്പോൾ ഇല്ല. ഈ സിങ് സൗണ്ട് ഇപ്പം നമ്മൾ പൊതുവേ സിനിമയിൽ ട്രെൻഡിങ് ആണ്. ഇപ്പോൾ ടർബോ സിങ് സൗണ്ട് ആണ്. ഈ സ്പോട്ട് എഡിറ്റിങ്ങും എന്നിട്ടുള്ളൊരു സംഭവം അതെന്താ? സ്പോട്ട് എഡിറ്റിംഗ് ആക്ച്വലി അത് നമുക്ക് ഫൈനലിലേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഒരാളുണ്ടാവും അവിടെ ലൊക്കേഷനിൽ. ഞാൻ ആദ്യം സ്പോട്ട് എഡിറ്റ് ചെയ്തിട്ടിരുന്നു. ചാർലിക്ക് മുമ്പ് മൊയ്തീനാണ് ഞാൻ ലാസ്റ്റ് സ്പോട്ട് എഡിറ്റ് ചെയ്തത്. അത് മെയിൻലി യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, കണ്ടിന്യൂറ്റി നോക്കാം, അങ്ങനത്തെ കാര്യത്തിനൊക്കെ ആയിരിക്കും. പക്ഷേ സിങ് സൗണ്ട് നമ്മൾ ഫൈനലിലേക്ക് യൂസ് ചെയ്യുന്നത് അതില്ല. അതിൻ്റെ ഒരു പ്ലസ് എന്താണ്? പ്ലസ് നമുക്ക് ഡയറക്ടർക്ക് അപ്പം തന്നെ കാണാമല്ലോ, എഡിറ്റ് ചെയ്ത് ഏറെക്കുറെ ആ ഒരു രൂപത്തിൽ കാണാം. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ അപ്പം തന്നെ സോൾവ് ചെയ്യാം. നമ്മുടെ അങ്കമാലി ഡയറീസും മെക്സിക്കൻ അപാരതിയും ക്ലിപ്തും അത് മൂന്നും ഒരേ സമയത്ത് താങ്കൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്കമാലി ഡയറീസും മെക്സിക്കൻ അപാരതിയും സെയിം ഡേയിൽ റിലീസ് ചെയ്യും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അത് ഞാൻ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ലിജോ ചേട്ടനാ ഒന്ന് പറയുന്നത്. എനിക്കറിയില്ലായിരുന്നു ഒരു ദിവസമെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ രണ്ടിന് പടം നടക്കുന്നുണ്ട്. അപ്പോൾ ലിജോ ചേട്ടൻ ഒരു ദിവസം നിനക്ക് ലോട്ടറി അടിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പം എന്തേ നിൻ്റെ 2 പടം ഓരോ ദിവസം റിലീസ്. എന്നിട്ട് ഈ 2 പടത്തിൻ്റെ ആൾക്കാർ എന്നോട് ചോദിക്കും, എടാ നിനക്ക് ഏത് പടം നല്ലത്, ഏത് പടം ഓടുക, 2 പേരും ചോദിക്കും. അപ്പോൾ ഈ മെക്സിക്കനും അങ്കമാലിയും റിലീസാവുന്ന ഡേ വില്ലൻ്റെ ഷൂട്ട് തുടങ്ങുന്നത്. ലാൽ സാറിൻ്റെ വില്ലൻ്റെ ഷൂട്ട് തുടങ്ങുന്ന ദിവസമായിരുന്നു ഇത് 2 റിലീസാവുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം അവിടെ അവിടെ എല്ലാവരും റിലീസായി. അന്ന് ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും പറഞ്ഞു 2 പടം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട്. ആദ്യത്തെ ദിവസമൊക്കെ മെക്സിക്കനായിരുന്നു ആൾക്കാർ കൂടുതൽ. പിന്നെ 2-3 ദിവസം കഴിയുമ്പോഴേക്കും അങ്കമാലി ഡയറീസ് കയറി. അങ്ങനെ ഒരു ദിവസം ലാൽ സാർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിട്ട് പടം ഇറങ്ങിയില്ലോ, അത് കാണാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ നേരെ ലിജോ ചേട്ടൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ലിജോ ചേട്ടൻ മടിച്ചൊക്കെ ഇപ്പം തന്നെ കൊടുത്തേക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ലാൽ സാറിന് പടം കൊടുക്കുന്നു. ലിജോ ചേട്ടൻ ലാൽ സാറിനെ കാണാൻ വരുന്നു. ലാൽ സാർ അങ്ങനെ അപൂർവം പടങ്ങൾക്കൊക്കെ പോസ്റ്റ് ഇട്ടുള്ളൂ. പടം കണ്ടതിന് ശേഷം ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തു പുള്ളി, അടിപൊളി പടം എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ആ സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. എനിക്ക് അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് എനിക്ക് ഇപ്പോഴും ടെൻഷനാണ്. ഒരു പടം റിലീസാകുമ്പോൾ അല്ല ഇങ്ങനത്തെ ഒരു സീൻ വെച്ചാൽ ഈ പടം കൂടുതൽ അടിപൊളിയായി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അങ്ങനെയില്ല. അങ്ങനെ കമ്പാരിസൺ അല്ല. എനിക്ക് 2 പടം
നന്നായി വരണം. ലാലേട്ടൻ്റെ സിനിമ കൊടുത്ത കാര്യം പറഞ്ഞപ്പോഴേക്കും മമ്മൂക്ക ഇതേപോലെ കുറേയധികം സിനിമകൾ താങ്കൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെന്നൊരു. മമ്മൂക്ക എനിക്ക് രാജാതിരാജ ലൊക്കേഷൻ കുറേ സിനിമകൾ എനിക്ക് മമ്മൂക്കയുടെ കളക്ഷനിൽ പടങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതെല്ലാം കണ്ടു തീർത്തോ? ഒരു ഇതൊക്കെ കണ്ടു തീർച്ചു. എൻ്റെ ഉണ്ടായിരുന്ന കുറേ പടങ്ങൾ മമ്മൂക്കും കൊടുത്തിട്ടുണ്ട്. ടർബോയിൽ വൈശാഖ് സാറുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായി? വൈശാഖൻ എനിക്ക് ഏറെക്കുറെ എൻ്റെ ഫാമിലി പോലെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഫാമിലി ഭയങ്കര കണക്റ്റഡാണ്. അപ്പോൾ ഈ ടർബോയിൽ ആക്ച്വലി നമ്മൾ വർക്ക് ചെയ്ത എല്ലാവരും ഇപ്പോൾ വൈശാഖൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം വൈശാഖൻ്റെ പടം എന്നുള്ള രീതിയിലല്ല. ഇപ്പോൾ മിഥുനാണെങ്കിൽ മിഥുൻ്റെ പടമാണത്, എനിക്ക് എൻ്റെ പടം, വൈശാഖൻ്റെ പടം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മത്സരിച്ച എല്ലാവരും ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാം ഇത് എന്തുകൊണ്ട് ഇങ്ങനെയാണെന്നുള്ളത്. ഞാൻ നേരിട്ട് കണ്ടതാണ് വൈശാഖൻ്റെ ഒരു സീൻ അങ്ങനെ എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള പുള്ളിയുടെ സ്ട്രഗിളും പരിപാടികളും. പിന്നെ ബാക്കി വൈശാഖൻ്റെ ഒരു പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈശാഖേട്ടൻ ഒരുവിധം നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയും വാശി പിടിച്ച് ആ സാധനം സെറ്റ് ചെയ്ത് കൊണ്ടുവരും. പുള്ളിക്ക് വൈശാഖനെ എന്ന് വെച്ചാൽ ബേസിക്കലി ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളിയും അതിന് വേണ്ടിയിട്ട് മരിച്ചു നിൽക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പുള്ളിയുടെ ഓൾറെഡി നമ്മൾ പുല്ലുമുരുകനൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ. അതെ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം നമുക്ക് സ്വപ്നം കാണാൻ പറ്റും അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് സിനിമയാക്കാൻ പറ്റും. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡിസ്കഷൻ നടക്കുന്ന സമയത്തൊക്കെ പല ആൾക്കാരും പല കാര്യങ്ങളൊക്കെ പറയും. അത് പിന്നീട് ചിലപ്പോൾ അവർ എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് കിട്ടാത്തതിൻ്റെ റീസൺസ് അവിടെ പല പ്രശ്നങ്ങളും അവിടെ നടന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ വൈശാഖ് ഒരു വിധം ആ സംഭവം മാക്സിമം നമുക്കറിയാം. അതിൻ്റെ പിന്നിൽ നടന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, പിന്നീട് അറിയാൻ പറ്റും. അപ്പോൾ അത് പുള്ളി ആ കാര്യത്തിൽ അടിപൊളിയാണ്. അപ്പോൾ എന്താ പറയുക, സിനിമയുടെ ടെക്നിക്കൽ സൈഡ്, ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ കഠിനാധ്വാനമാണ്. അതിന് പുറകിൽ ഒത്തിരി പേര് പ്രയോഗിക്കുന്നുണ്ട്. സോ ആസ് എൻ എഡിറ്റർ എന്താ പറയുക, ഒരു സിനിമ എങ്ങനെയാണെന്നുള്ളതും അല്ലെങ്കിൽ സിനിമ വിശേഷങ്ങളൊക്കെയാണ് അത് ഷമീർ നമ്മളോട് സംസാരിച്ചത്. എനിവേ താങ്ക് യു സോ മച്ച് നേരെ ഞങ്ങളോട് സ്പെൻഡ് ചെയ്തത്. താങ്ക് യു.